ഹലോ, അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ഞാനൊരു വ്ലോഗായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കൊടൈക്കനാലാണ് കേട്ടോ. അപ്പോൾ ഈ റൂമിൻ്റേതായിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാവേ. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചൊന്ന് തെണ്ടാം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്ത് വ്ലോഗ് എടുത്തിട്ടും കുറേ നാളായല്ലോ, അപ്പോൾ വ്ലോഗും കൂടി എടുക്കാമെന്ന് വെച്ചു. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് സ്റ്റൈൽ വിത്ത് ബിബി. ദ ആഫ്റ്റൺ ബംഗ്ലാവ്. ആക്ച്വലി ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. 1931 ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇത്. നമുക്കൊരു കുട്ടി റൂമാണെങ്കിലും പക്ഷെ നല്ല അടിപൊളി റൂമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു, നല്ല സ്ഥലവുമായിരുന്നു കേട്ടോ ഇത് കറക്റ്റ് ലേക്കിൻ്റെ അടുത്ത് തന്നെയാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും പോകാൻ ഭയങ്കര സുഖമാണ്. രാവിലെ തന്നെ എവിടെയൊക്കെ പോകണമെന്നുള്ള ചർച്ചയിലാണ് കേട്ടോ ഞങ്ങൾ. ചായയൊക്കെ കുടിച്ച് ഇരുന്ന് പതിയാണ് കേട്ടോ ഞങ്ങൾ റെഡിയായി ഇറങ്ങാൻ വേണ്ടി പോണത്. ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് നേരെ ഓരോരോ സ്ഥലം കവർ ചെയ്യാൻ ഓർത്തു. ഹലോ, അപ്പോൾ ഞങ്ങൾ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ കൊക്കേഴ്സ് വക്ക് അവിടേക്ക് വന്നേക്കാം കേട്ടോ. നമുക്ക് റൂമിൽ നിന്ന് ആകെ കുറച്ച് സ്പേസ് ഉള്ളൂ, നടക്കാനുള്ളൂ. ഞങ്ങളിപ്പോൾ വണ്ടിയിൽ പോകുന്നു, കുറച്ചും കൂടെ സ്ഥലങ്ങൾ കവർ ചെയ്യാലോ എന്ന് ഓർത്തുകൊണ്ട് അപ്പോൾ ഇങ്ങോട്ട് നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. കൊക്കേഴ്സ് വക്ക് ഇതാണ് കേട്ടോ ഇതിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ കയറി ചെല്ലുമ്പോഴേക്കും തന്നെ സൈഡിലായിട്ട് കുറേ കടകളുണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു ക്ലിപ്പും അതേപോലെ തന്നെ കണ്ണടകളും അതും ഇതൊക്കെ ആയിട്ടുള്ള കുറച്ച് കടകളുണ്ട്. അവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. ഒരാൾക്ക് 20 രൂപയാണ് ഇതിൻ്റെ അകത്ത് കയറാനുള്ള ചാർജ് വരുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾ പറയണേ 20 രൂപയുടെ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ള കാര്യം. കാരണം നമുക്ക് എവിടെ പോയാലും ഈ ഒരു വ്യൂ കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടുത്തെ വ്യൂ പോയിന്റിനനുസരിച്ചിട്ടുള്ള ചാർജ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. ആ 20 രൂപക്കുള്ള ഒരു ഇതില്ല അവിടെ. സത്യം പറഞ്ഞാൽ 20 രൂപയുടെ ടിക്കറ്റ് ചാർജിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇനി നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലോട്ടാണ് പോകുന്നത്. ഈ വഴിയിലോട്ട് കയറിയപ്പോൾ കണ്ടില്ലേ, നല്ല വെയിലാണ്. പക്ഷേ ഈ വഴിയിൽ നിന്ന് നമ്മൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല കോടയും ഭയങ്കര തണുപ്പും, ഒന്നും കാണാൻ പറ്റുള്ളായിരുന്നു. ഇതെന്ത് പറ്റിയെന്ന് ഒരു പിടിയിലായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. അത്യാവശ്യം നല്ല രീതിക്ക് വെയിലുണ്ട്, പക്ഷെ നല്ല കോടയുണ്ട്. നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ, നല്ല തണുപ്പായിട്ടുണ്ട്, നല്ല രസം. മാഗി ചോദിച്ചത് നോർമൽ മാഗി നമ്മളെങ്ങടെ പോണ? ആര് നമ്മൾ ഇറങ്ങി ചെല്ലണ സ്ഥലമാണ് കേട്ടോ പില്ലർ റോക്ക്. ഇത് ഏതാണെന്ന് മനസ്സിലാവണമെങ്കിൽ മഞ്ഞമ്പിൾ ബോയ്സിലുള്ള ഒരു ഡ്രോൺ ഷോട്ട് ഉണ്ടല്ലോ, ആ പില്ലർ റോക്കാണ് കേട്ടോ ആക്ച്വലി ഇത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല മഞ്ഞ് മൂടുകയാണ് കേട്ടോ. നമുക്ക് ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് നമ്മൾ കണ്ടു. അപ്പോഴേക്കും ക്യാമറ എടുത്തപ്പോൾ തന്നെ ഇത് മഞ്ഞ് കംപ്ലീറ്റ്ലി മൂടിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ എൻ്റെ മെയിൻ ഐറ്റം ആയിട്ടുള്ള മഞ്ഞപ്പൂ, അതായത് നമ്മുടെ ഊട്ടിപ്പൂ വാങ്ങാൻ വേണ്ടി ഞാൻ നിന്നിട്ട്. ഞാൻ എവിടെ ചെന്നാലും ഈ ഊട്ടിപ്പൂ അഡിക്റ്റ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും മേടിക്കും, കുറേ നാൾ വെക്കും, അത് കഴിഞ്ഞിട്ട് എടുത്ത് കളയും. ഈ പ്രാവശ്യം ഞാനതുകൊണ്ട് തന്നെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യം മേടിച്ച് ഞാൻ കയ്യിൽ ആക്കെ എനിക്ക് പേപ്പറിലൊക്കെ പൊങ്ങി തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പേപ്പറൊക്കെ എടുത്ത് കളഞ്ഞായിരുന്നു കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് നമ്മുടെ ഗുണ കേവിലോട്ടാണ് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പൊന്നു പൂരത്തിലുള്ള ആൾക്കാരുണ്ട് അവിടെ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. പിന്നെ കുറേ ആൾക്കാരാണെങ്കിൽ സ്പീക്കറിലൊക്കെ പാട്ട് വെച്ച് ഭയങ്കര സൗണ്ടായിരുന്നു. അവിടെ എനിക്ക് മര്യാദക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മളെങ്ങോട്ട് തിരിഞ്ഞാലും പൂരപ്പറമ്പിൽ നിൽക്കുമ്പോൾ തട്ടണ പോലെ എല്ലാവരും തട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കണ്ട് അത് കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായപ്പോഴേക്കും എനിക്ക് വിശന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു ഹോട്ടലിലോട്ട് വെച്ച് പിടിച്ച് ഹോട്ടലിൽ ചെന്ന് 2 ബിരിയാണി ഓർഡർ ചെയ്ത് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ LPG ഷോർട്ടേജ് കാരണം എല്ലാ ഹോട്ടലിലും നല്ലോണം പ്രൈസ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല, ബിരിയാണി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുത്തു. ഹലോ, അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് വീണ്ടും തെണ്ടാനായിട്ട് പുറത്തോട്ട് ഇറങ്ങുവാണ് കേട്ടോ. വൈകുന്നേരം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. ലേക്കിൻ്റെ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്. നമുക്കിവിടെ ഒരു ചർച്ച് ഉണ്ട് കേട്ടോ. ഈ ചർച്ചിൻ്റെ താഴത്ത് കൂടെ കാണുന്ന വഴിയിൽ കൂടെ കയറി കഴിഞ്ഞിട്ട് ഇവിടെയാണ് നമ്മുടെ സ്റ്റേ വന്നത്. നല്ല അടിപൊളി സ്റ്റേ ആയിരുന്നു. സ്റ്റേ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയാണ്. നല്ല ഒരു ബംഗ്ലാവ് കൊള്ളാം.
റൂമിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ലേക്കിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിൽ വന്നിരുന്നു. കുറേ നേരം സംസാരിച്ചിട്ടോ. പിന്നെ ഇരുട്ടിയതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഹലോ, അപ്പോഴേ ഞങ്ങൾ ഈ ലേക്കിന് ചുറ്റും നടക്കണതാണ് കേട്ടോ. നല്ല രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ കുറച്ച് മാഗി കഴിക്കാമെന്ന് ഓർത്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അണ്ണൻ്റെ കടയിൽ നിന്നാണ് കേട്ടോ മാഗി മേടിച്ചത്. മാഗി ഞാൻ ഷൂട്ട് ചെയ്തില്ല, കാരണം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാൻ മാഗിയുടെ വീഡിയോസ് ഒന്നും എടുത്തില്ലേ. അങ്ങനെ ഇച്ചായൻ്റെ പാളിപ്പോയ മാഗിയും കഴിച്ചിട്ട് നേരെ ഞാൻ വന്ന് എൻ്റെ ഹോട്ട് ചോക്ലേറ്റ്, 2 ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. 2 ദിവസം ഞാൻ എൻ്റെ ഹോട്ട് ചോക്ലേറ്റ് കഴിച്ചിട്ടോ. അവിടെ നിന്ന് പിന്നെ ഒരു ഐസ്ക്രീമും വാങ്ങിച്ചു. ഹലോ ഗൈസ്, ഒരു ഐസ്ക്രീമും മേടിച്ച് ഞാൻ റൂമിൽ എത്തിയിട്ടുണ്ട്. നല്ല തണുപ്പാണെങ്കിലും ഐസ്ക്രീം തിന്നാൻ ഒരു പ്രത്യേക സുഖമാണല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.